ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെ നിങ്ങളുടെ എക്സിനെ എങ്ങനെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നും പെർമനൻ്റ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്നും പോയി, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് അവർ പോയി, ബ്രേക്കപ്പ് എന്നൊക്കെ നമ്മൾ അതിനെ പറയും അല്ലേ. അപ്പോൾ ആ വ്യക്തിയെ നമുക്ക് വീണ്ടും വേണം, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. അത്തരം സാഹചര്യത്തിൽ നമ്മൾ പല സാധനങ്ങളും നമ്മൾ യൂട്യൂബിൽ തപ്പും, പലതും നിങ്ങൾക്ക് കിട്ടും. ചിലത് ചെയ്താൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടും, ചിലത് ചെയ്താൽ റിസൾട്ട് കിട്ടത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് റിസൾട്ട് കിട്ടും. കാരണം ഇറ്റ്സ് വെരി പവർഫുൾ. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് അവരെ ഡിസ്റ്റർബ് ചെയ്യുക, വിളിക്കുക, മെസ്സേജ് അയക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതിന് പകരം ഒന്ന് ഡിറ്റാച്ച് ആവുക ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക. ഒരു പ്രശ്നം നടന്നതുകൊണ്ടാണല്ലോ ബ്രേക്കപ്പ് ആയത്, വെറുതെ ചുമ്മാ അല്ലല്ലോ. ഒരു സ്പേസ് കൊടുക്കുക, അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ നമ്മൾ നമ്മുടെ കാര്യങ്ങളിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഒന്ന് മനസ്സിനെ ശാന്തമാക്കുക, അങ്ങോട്ട് വല്ലാണ്ട് ചേസ് ചെയ്യാതിരിക്കുക. അവരെന്താ ചെയ്യുന്നത് എന്ന് പോയിട്ട് മെസ്സേജ് ചെക്ക് ചെയ്യാതിരിക്കുക. ഈ സ്റ്റാറ്റസ് പരിപാടികളൊക്കെ നമ്മൾ നോക്കുമല്ലോ, അല്ലെങ്കിൽ ഓൺലൈനിലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളായിട്ടൊരു മീനിങ് ഒക്കെ കണ്ടെത്തുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ സാഡ് സോങ്സ് കേട്ടിരിക്കുക. ഇത്തരം പ്രവണതകൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഒരു നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങോട്ട് വിളിക്കാൻ പോവാതിരിക്കുക, മെസ്സേജ് അയക്കാതിരിക്കുക, പിന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിലും ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഒരു മാസത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ആ സമയത്ത് ഒരുപാട് ബാഡ് തോട്ട്സ് പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള തോട്ടുകളൊക്കെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുക. മാക്സിമം ബിസി ആയിട്ടിരിക്കുക. വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ തോട്ട്സുകൾ വരിക. നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് വന്നോട്ടെ, അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. അറ്റൻഷൻ കൂടുതൽ കൊടുത്ത് തീവ്രത കൂട്ടാതിരിക്കുക. അത് വന്ന് പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. അതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക, അവർ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ. പിന്നെ അവരെ വെറുക്കാതിരിക്കുക. അവരോടുള്ള അസൂയ അങ്ങനത്തെ പരിപാടികളൊന്നും മനസ്സിലില്ലാതിരിക്കുക. എപ്പോഴും ഒരു പ്യുവറായിട്ടുള്ള ഇഷ്ടം അവരോട് ഉണ്ടായിരിക്കട്ടെ. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂടി അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക. അവരെ ഹേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മളവരെ ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവരെ നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കാന്തം നമ്മൾ 2 കാന്തം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ ആകർഷിക്കുമല്ലോ, അതുപോലെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്യുവറായിട്ടുള്ള ഒരു ലവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ഹെൽത്തിൽ, ഫിറ്റ്നസ്സിൽ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതൊക്കെ അട്രാക്ഷൻ പവർ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ് വൈബ്രേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹേറ്റ്, ജലസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. കറക്റ്റ് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ നമുക്ക് വേണം. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് അതൊന്ന് ജസ്റ്റ് മനസ്സിൽ കാണുക, ഒന്ന് വിഷ്വൽ ചെയ്യുക. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഇടപഴകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ കണ്ട് അത് മാക്സിമം ഫീൽ ചെയ്തിട്ട് എല്ലാ ദിവസവും കിടക്കുക. അതൊരു 1 മന്ത് ഈ നോ കോണ്ടാക്റ്റിൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത്, ഒരു മാസത്തോളം കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. പിന്നെ ആദ്യം ഞാൻ സൂചിപ്പിച്ചത് ഡിറ്റാച്ച് ആവുക, അവർക്കൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള 5 സ്റ്റെപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കൊക്കെ റിസൾട്ട് കിട്ടും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചാനലിൽ തന്നെ ധാരാളം റിലേഷൻഷിപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. പറ്റാവുന്ന ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലാണെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. പിന്നെ എൻ്റെ പേഴ്സണൽ കോച്ചിങ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അതെടുക്കാം. നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യാം. അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത്തരത്തിലുള്ള കോഴ്സുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനും മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിവേ, പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.